റേഡിയോ നെയ്തലിന്റെ പ്രേക്ഷകർക്ക് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് UDF-ലെ കരുത്തനായ നേതാവും RSPയുടെ സമുന്നതനായ നേതാവുമായ ശ്രീ ഷിബു ബേബി ജോൺ ആണ്. സർ, റേഡിയോ നെയ്തലിലേക്ക് സ്വാഗതം. നമസ്കാരം. എനിക്ക് താങ്കളോട് തികച്ചും രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ആദ്യമായി, കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ തുടരുന്ന പിണറായി വിജയൻ സർക്കാരിനോടുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? അല്ല, അത് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അതിന്റെ ഗുണഭോക്താക്കളാകേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. തീർച്ചയായിട്ടും. പക്ഷെ കേരളത്തിൽ നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് സമസ്ത മേഖലയിലെയും ജനങ്ങൾ അസംതൃപ്തരാണ്, രോഷാകുലരാണ്. ഗുണഭോക്താക്കളായിട്ടുള്ള ചില പാർട്ടിക്കാർ, അത് എല്ലാ പാർട്ടിക്കാരും ഞാൻ പറയുന്നില്ല, ഗുണഭോക്താക്കളായി മാറിയ ചില പാർട്ടിക്കാർ മാത്രമാണ് ഇതിൽ ഭരണത്തിൽ സംതൃപ്തരും ഇനിയും ഭരണം വേണമെന്ന് പറഞ്ഞത്. കാരണം അവർക്കൊരു വലിയ വരുമാന സ്രോതസ്സായി ഭരണം മാറിയിട്ടുണ്ട്. അല്ലാതെ നാട്ടിലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനം അവന്റെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലും ദുരിതത്തിലും ആക്കിയിരിക്കുകയാണ്. ശക്തമായ അമർഷം നിലനിൽക്കുകയാണ് സമൂഹത്തിൽ. അടുത്തു വരാൻ വേണ്ടി പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അത് ഈ വർഷം തന്നെ ഉണ്ടാവും. ഒരു വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF എന്ന നിലയിൽ നിങ്ങൾ സർവസജ്ജരാണോ? സർവസജ്ജരാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF-നുണ്ടായ മുന്നേറ്റം, അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, അതിനു മുമ്പും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര വിജയിച്ചത് ഒരു ആശ്വാസമാണ് എന്ന് CPM വിലയിരുത്തുമ്പോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ കേരളത്തിലെ 19 അസംബ്ലി സീറ്റിലാണ് LDF-ന് ഭൂരിപക്ഷം കിട്ടിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ആ 19 സീറ്റിലൊന്നാണ് ചേലക്കര. അത് ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നേട്ടമാണ് എന്നാണ് പറയുന്നത്. ചേലക്കരയുടെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ CPM കേരളത്തിൽ തീർന്നു എന്ന് വിധിയെടുത്ത് നടത്താറുണ്ട്. കാരണം ഈ 19 ഒന്നുകൂടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം കൂടെ ഹോംവർക്ക് നടത്തിയിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വിജയിക്കാമായിരുന്നു. അതുകൊണ്ട് ആ വിജയം ഒരു ആശ്വാസമായി അവർ കണ്ടോട്ടെ. പക്ഷെ അതല്ല സാഹചര്യം. അന്നേരം ഇതിനൊക്കെ ഈ വിജയത്തിന്റെ പിന്നിൽ UDF-ന്റെ സജ്ജതയാണ് കാണിച്ചത്. ഈ നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഇതേപോലെ പാർലമെന്റിലേക്ക് വന്നപ്പോൾ UDF-ന് തന്നെ ആയിരുന്നല്ലോ വലിയ മുന്നേറ്റം ഉണ്ടായത്. പക്ഷെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്തില്ലല്ലോ. അത് വ്യക്തമായൊരു കാരണം ഉണ്ടായിരുന്നല്ലോ. അന്ന് ശബരിമല വിഷയം ഉണ്ടാക്കിയ ഒരു വലിയ പ്രതിഷേധം ഭൂരിപക്ഷ സമുദായത്തിലും ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം മോഡി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളത് ഈ രണ്ട് വികാരവും കൂടെ ചേർന്നുകൊണ്ടാണ്. അതിനുശേഷം കോവിഡ് വന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭരണാധികാരി, ശക്തരായ ഭരണാധികാരി, പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് എന്നൊക്കെ അവർക്ക് പ്രചരിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യത്യസ്തമായത്. പക്ഷെ ഇത്തവണ അങ്ങനെ കാര്യമൊന്നുമില്ല. ഇത്തവണ ആകെ ഞങ്ങൾ 18 സീറ്റും ജയിക്കണമെങ്കിൽ അതിനാകെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നു എന്നാണ്. ഒരു ഭരണപക്ഷ വികാരത്തെ മുതലെടുത്ത് UDF അധികാരത്തിലേക്ക് വരികയാണോ? UDF-ന് വ്യക്തമായ എന്തെങ്കിലും ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ടോ ഇതിനെപ്പറ്റി? തീർച്ചയായിട്ടും ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ ഒരു ദിശ മാറ്റുന്ന നിലയിലേക്ക് ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു വലിയ കൊളാട്രൽ ഡാമേജ് ആണ് ഈ 9 വർഷക്കാലം കൊണ്ടും സംഭവിച്ചത്. ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് അത് അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു മാറ്റം കൂടെ ഉണ്ടായില്ല, പിന്നിലേക്ക് പോയിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഇഷ്യൂസ് എവിടാണെന്ന് നോക്കി ആ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്ന നിലപാടുകൾ തന്നെയായിരിക്കും UDF-ന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇടതുപക്ഷം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അവരെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നത് കൊണ്ടാണ് അവർക്ക് കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാതെ വരുന്നത് എന്നാണ്. അങ്ങനെയുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് പണവും നമുക്ക് അർഹിക്കുന്ന ആനുകൂല്യവും നേടിയെടുക്കാൻ UDF സഹായിക്കുന്നില്ല എന്നൊരു പരാതി അവർ പറയുന്നു. അല്ല, കേന്ദ്ര ഗവൺമെന്റ് BJP-യുടെ നയങ്ങൾ രാജ്യത്ത് അത് പലതും എതിർക്കപ്പെടേണ്ടതാണ്. നയപരമായി ഒത്തിരി പാളിച്ചകളുണ്ട്. ഡെവല്യൂഷൻ ഓഫ് സെൻട്രൽ ഫണ്ട്സിന്റെ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് കുറെ അധികം പാളിച്ചയുണ്ട്. അതിനെതിരെ രാജ്യത്തുടനീളം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ പ്രതികരിക്കുന്നു. BJP സർക്കാരുകളാണെങ്കിൽ അവർക്ക് പരസ്യമായി പ്രതികരിക്കാൻ പറ്റുന്നില്ല. അവർ ആശയപരമായി യോജിക്കുന്ന പല കാര്യമുണ്ട്. എന്നാൽ നമ്മുടെ പിടിപ്പുകേട് മറച്ചു വെക്കാൻ വേണ്ടി അതുകൂടെ കേന്ദ്രത്തിന്റെ തലയിൽ വെച്ച് പോകുന്നതിനോട്
അതിനോട് യോജിക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിന്റെ ഏറ്റവും ഒടുവിൽ GST കുടിശ്ശിക എന്ന് പറഞ്ഞു. IGSTയുടെ കണക്ക് 5 വർഷം കൊടുത്തില്ല എന്നുള്ളത് പ്രേമേന്ദ്രൻ പാർലമെന്റ് ചോദിച്ചപ്പോഴാണ് മറുപടി പറയുന്നത്. ശരിയാണ്. അന്നേരം ഓരോ കാര്യത്തിലും മുൻപും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബില്ല് വളരെ നേരത്തെ ഒപ്പിട്ടതാണ്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിടേണ്ടതാണ്. അത് ഒപ്പിട്ടപ്പോഴത്തേക്കും നമുക്ക് കടമെടുക്കാനുള്ള ഒരു പരിധി അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെലവാക്കണം. എന്നിട്ട് നയപരമായിട്ടുള്ള ഈ പരിധി കൂട്ടാൻ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ വിഹിതം കൂട്ടാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ ടോട്ടൽ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിൽ നടക്കുന്നത്. നമുക്ക് വരുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വരുമാനം അർഹതപ്പെട്ട് ഉണ്ടാകുന്നില്ല. അതിനു വേണ്ടിയുള്ള ശ്രമമില്ല. അന്നേരം ഭരണ പരാജയമൊക്കെ വരുമ്പോൾ BJP എന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇതുമാക്കി കാണിച്ചു പോയിട്ട് കാര്യമില്ല. BJP ദേശീയ തലത്തിൽ മുതൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നയങ്ങളെ എതിർക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണി, അതിന്റെ ഭാഗമായി CPM ഉണ്ട്. തീർച്ചയായിട്ടും. അന്നേരം അത് നമ്മൾ എതിർക്കുന്നതിനോടൊപ്പം തന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ അപജയങ്ങൾ മൊത്തം അതിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുന്നതിനോട് നമുക്ക് യോജിക്കാൻ. നിങ്ങൾ അധികാരത്തിൽ വരുമെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും BJPക്ക് താല്പര്യമില്ലാത്തൊരു പാർട്ടി ആയിരിക്കുമല്ലോ. അന്നേരം ഇതേപോലെ ഒരു സാമ്പത്തികമായ ഒരു ഞെരുക്കം ഉണ്ടാവാൻ സാധ്യതയില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്ത് നടപ്പിലാക്കുന്ന നയങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. 2 വർഷക്കാലം നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഞങ്ങളിവിടെ ഭരിച്ചല്ലോ. അതെ, അത് ശരിയാണ്. അന്നുണ്ടായിരുന്നല്ലോ. അതെ. അന്നേരം അതിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കേണ്ട വിഷയങ്ങൾ പ്രതിഷേധിക്കുക, റെപ്രസെന്റ് ചെയ്യേണ്ട വിഷയങ്ങൾ റെപ്രസെന്റ് ചെയ്യുക, ആ പോരാട്ടം ഒരു ഭാഗത്ത് തുടരുക. പക്ഷെ നിലവിലുള്ള വിഭവങ്ങളും അതിന്റെ സാമ്പത്തും വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള പ്ലാനിങ് ആണ് വേണ്ടത്. ഇവിടെ അങ്ങനെയുള്ള ഒരു സംവിധാനമേ ഇവിടെ ഉണ്ടാകുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. ഒരു സമ്പൂർണ്ണ പരാജയമാണ്, ഭരണസ്തംഭനം, ഒരു പക്ഷാഘാതം പിടിച്ചിരിക്കുകയാണ് ഭരണത്തിന്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഇത് പറഞ്ഞതുകൊണ്ട് അതിനെ അംഗീകരിച്ചു പോകാനൊക്കില്ല. കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെ യോജിച്ച് സമരം ചെയ്യാൻ പോലും നമ്മൾ തയ്യാറാണ്. പക്ഷെ ആ നയങ്ങൾ തിരുത്തപ്പെടേണ്ടതിനെ കുറിച്ച് കാഴ്ചപ്പാടാണ്. നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നായി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് യുവാക്കളുടെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്ന യുവാക്കളുടെയും തൊഴിലില്ലാത്ത യുവാക്കളുടെയും ഒക്കെ കേരളത്തിൽ നിന്നുള്ള പുറത്തോട്ടുള്ള ഒഴുക്കാണ്. അതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യവും വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളം നീങ്ങുകയാണ്. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസം ഏറ്റവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമായിരുന്നു. അതാണ് മലയാളിയെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചത്. തീർച്ചയായിട്ടും. അത് അമേരിക്കയിലെത്തി, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നഴ്സുമാരെത്തി, ഗൾഫ് രാജ്യങ്ങൾ പടുത്തുയർത്തിയ മലയാളിയാണ്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ അങ്ങനെ പോയത് കൂടാതെ ഒരു സാധാരണ മലയാളി ചെന്നാണ് ഗൾഫ് നാട് പടുത്തുയർത്തിയത്. ഇപ്പൊ എന്താ സംഭവിച്ചേക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ പഠിച്ചിട്ട് രക്ഷയില്ല എന്ന തോന്നൽ വന്നിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം കാശിന് കൊള്ളത്തില്ല. ഇന്ന് ലോകത്ത് അത് തൊഴിൽ ലഭിക്കാൻ പര്യാപ്തമല്ല. തീർച്ചയായിട്ടും. കേരളത്തിന്റെ ഏറെ പിന്നിൽ നിന്ന മറ്റ് സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസത്തിൽ മുന്നേറി പോയി. അതുകൊണ്ട് കേരളത്തിന്റെ പുറത്തേക്ക്, ഇന്ത്യക്കകത്ത് കേരളത്തിന്റെ പുറത്തേക്കും ഇന്ത്യയുടെ പുറത്തേക്കും വിദ്യാഭ്യാസം അന്വേഷിച്ച് പോവാണ്. അത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നിന്നുള്ള വിദ്യാഭ്യാസം ലഭിച്ചാൽ ഒരു പണിയും കിട്ടത്തില്ല, ഒരു പണിക്കും കൊള്ളത്തില്ല എന്ന് ഇന്നത്തെ പുതിയ തലമുറ അറിഞ്ഞ് പിന്നെ നാട്ടിൽ നിന്നാൽ ഞങ്ങളുടെ ജീവിതം തുലഞ്ഞു എന്ന കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന കൂടാതെ, ഞാൻ പറഞ്ഞ ഇപ്പൊ ലേബർ ഇസ്രായേലിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ, ഇറ്റലി അടക്കം മാൾട്ട അടക്കം ഒത്തിരി സംസ്ഥാനത്തേക്ക് അല്ലാതെ നേരത്തെ പോകാത്ത നിലയിലേക്ക് ലേബർ പോകുന്നുണ്ട്. യൂറോപ്പിലേക്ക് വരും വർഷങ്ങളിലുള്ള ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹ്യൂജ് റിക്വയർമെന്റ് വരുന്നു. അത് വരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ അപകടമുണ്ട്. കേരളത്തെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്ന ഗൾഫിൽ നിന്നുള്ള സമ്പാദ്യമാണ്. ഗൾഫിൽ പോയൊരു ലേബർ ക്യാമ്പിൽ കിടന്ന് കഷ്ടപ്പെട്ടും അവർ അധ്വാനിച്ചും അവർ സ്വരൂപിക്കുന്ന പൈസ നാട്ടിലേക്ക് അയക്കുകയും അത് കമ്പോളങ്ങളിലേക്ക് എത്തുകയും നാട്ടിലേക്ക് എത്തുന്നതാണ് നമ്മുടെ എക്കോണമിയെ ചലിപ്പിച്ചത്. അതേസമയത്ത് ഈ രാജ്യങ്ങളിലേക്ക്, യൂറോപ്പ് അടക്കം കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് അവിടുന്ന് സമ്പാദിച്ച് നാട്ടിലേക്ക് അയക്കാൻ ഒക്കത്തില്ലെന്ന് മാത്രമല്ല, ഇവിടുന്ന് ഉള്ളവിടെ വിറ്റാലേ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു ജീവിതം അവർക്ക് നയിക്കാനൊക്കത്തുള്ളൂ. കാരണം അവിടുത്തെ ഒരു മോർഗേജ് സിസ്റ്റമാണ്. അവരുടെ പരിമിതമായ ശമ്പളത്തിൽ നിന്നുകൊണ്ട് ഒരു വീട് വാങ്ങിക്കുക ശ്രമിച്ചാൽ അവന്റെ ജീവിതകാലം മൊത്തം അവൻ കടക്കാരനാകുകയാണ്. ആ വീടിന്റെ കടം തീരുന്നിടം വരെ. അല്ലെങ്കിൽ ഒരു വാഹനം ഇല്ലാതെ അവിടെ പറ്റത്തില്ല, വാഹനത്തിന്റെ കടം തീരുന്നിടം വരെ.
അന്നേരം അവനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ തിരിച്ച് നാട്ടിലോട്ട് വരത്തില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഉള്ളത് വിറ്റിട്ട് മാത്രമേ അവിടെ അവന് ഒരു വലിയ സുഖിച്ചുള്ള ജീവിതം അല്ലെങ്കിലും ഒരു നോർമൽ ജീവിതം നയിക്കണമെങ്കിൽ പോലും അവിടെ പണം അങ്ങോട്ട് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, എഫിഷ്യന്റ് ലിവിങ് ആണ്, എഫിഷ്യന്റ് സിസ്റ്റമാണ്. അത് അട്രാക്റ്റീവ് ആണെങ്കിലും സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടെ ഉണ്ട്. നാട്ടിലേക്ക് തിരിച്ചു വരാനൊക്കത്തില്ലെന്നുള്ള, ഗൾഫിൽ പോകുന്നവര് നാട്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല. ഇവർക്ക് അവിടെ വർക്ക് പെർമിറ്റ് കിട്ടിയ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ അവിടെ ആകാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവർ നാട്ടിലേക്ക് വരത്തില്ല, ഉള്ളവിടെ പോകും. അത് കേരളത്തിന്റെ എക്കോണമിയെ തകർത്ത് കളയും. ഈ കേരളത്തിന്റെ വലിയ പരിമിതിയായി ആൾക്കാർ പറയുന്നത് ഇവിടെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവാണ്, റോഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് തീരദേശ റോഡ് എന്നൊക്കെ പറയുന്ന സംഭവം, മലയോര ഹൈവേയെ പറ്റി പറയുന്നു, ഇപ്പോൾ ഉള്ള റോഡുകളുടെ വൈഡനിങ്ങിനെ പറ്റി പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു റെയിൽവേ പദ്ധതി അവർ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനോടൊക്കെ UDFന്റെ നിലപാട് എന്താണ്? ഞാൻ വിശദീകരിക്കാം. കാരണം ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് UDFന് ഒരു വ്യക്തമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറയുന്നുണ്ട്. അന്ന് റോഡ് വേണം, അവസാനം നമ്മൾ തത്വത്തിൽ തീരുമാനിച്ചു 45 മീറ്റർ എന്നുള്ളത് തീരുമാനിച്ചെങ്കിലും അതിൽ കാര്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതിന് പകരമായിട്ടാണ് അന്ന് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും അന്ന് പ്രഖ്യാപിച്ചത്. ഇതിന്റെ പരിമിതി കണ്ടു അവിടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വികസനമാണ് എന്ന് സമ്മതിക്കുമ്പോഴും അതിനൊത്തിരി ആരും ശ്രദ്ധിക്കാത്ത മറുവശങ്ങളും ഉണ്ട്. ഇതെല്ലാം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അകറ്റിയിരുന്നു. ഇപ്പോൾ ഹൈവേ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഹൈവേയുടെ സൈഡിലുള്ള തട്ടുകടക്കാരൻ മുതൽ മുറുക്കാൻകടക്കാരൻ വരെ അവന്റെ ജീവിതം തീർച്ചയായിട്ടും അസ്തമിച്ചു കഴിഞ്ഞു. ഇനി ഒരു 2 വീലർ സർവീസ് റോഡിൽ ഒരു 2 വീലർ പാർക്ക് ചെയ്താൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും. അതായത് ഏറ്റവും ഉയർന്ന വിലയിൽ ഹൈവേയുടെ സൈഡിൽ വസ്തു വാങ്ങിച്ചവരൊക്കെ ഇനി പാപ്പരാകാൻ പോകുന്നു. പുതിയൊരു സമ്പന്നവർഗം ഇനി വളരാൻ പോകുന്നു. ഏതാ? ഹൈവേയോട് ചേർന്ന് ഒത്തിരി പാർക്കിംഗ് സ്ഥലത്തോടു കൂടിയുള്ള സൗകര്യമുള്ളവരെല്ലാം പുതിയ സമ്പന്നവർഗമായി പോകാൻ പോവുകയാണ്. അന്നേരം ഇതിന്റെ ഒരു സാമൂഹ്യ ആഘാതം, സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അവിടെ ഗവൺമെന്റ് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നില്ല. അന്നേരം ഞാനത് ആക്സിഡന്റലി പറഞ്ഞാൽ നമ്മൾ ഈ വികസനത്തിനെ എതിർക്കുകയല്ല, പക്ഷേ വികസനത്തിന്റെ ബാക്കി പത്രത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. കുറച്ച് പുതിയ ആക്ട് UPA ഗവൺമെന്റ് പാസാക്കിയ നിയമപ്രകാരം താരതമ്യേന ഭേദപ്പെട്ട ഒരു വസ്തുവിന് വില കിട്ടി. പക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഒന്നുമില്ലല്ലോ. ആ കിട്ടിയ പണം വെച്ച് വീടും മോടി പിടിപ്പിച്ച് വീട് മെച്ചപ്പെടുത്തി ഈ കാലം കൊണ്ട് ആ പണം അങ്ങ് തീർന്നു. അവന്റെ ആസ്തിയിൽ നല്ലൊരു പങ്ക് അങ്ങ് പോയി. അവൻ വീണ്ടും പഴയ അവസ്ഥയിലേക്കാണ്. ഏതെങ്കിലും ഒരു കൊച്ചു കച്ചവടം ഉണ്ടായിരുന്നോ ഇനി നടക്കാത്ത അവസ്ഥയിലേക്ക് പോയി. അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അന്നേരം അങ്ങനെ തീരദേശ ഹൈവേയും മലയോര ഹൈവേയും പ്രഖ്യാപിച്ചു. മലയോര ഹൈവേയുടെ പണി ഏകദേശം ഈ തെക്കോട്ടുള്ള എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൊടുപുഴ മുതൽ മൂവാറ്റുപുഴ മുതൽ തിരുവനന്തപുരം വരെ അതിന്റെ പൂർത്തീകരണം കഴിഞ്ഞു. അന്നേരമാണ് തീരദേശ ഹൈവേ ഇപ്പോൾ പുതിയൊരു പ്രപ്പോസലുമായി വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഹൈവേയുടെ അഭാവത്തിലാണ് തീരദേശ ഹൈവേ എന്നൊരു ചർച്ച വന്നത്. നാഷണൽ ഹൈവേ, ഇന്നത്തെ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ തീരദേശ ഹൈവേ അല്ലേ? ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ആണോ? മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഒരു ഘട്ടത്തിൽ നാഷണൽ ഹൈവേയും തീരവും തമ്മിൽ ഒരു 15-16 കിലോമീറ്റർ ദൂരമുള്ളത്. ബാക്കി കേരളത്തിന്റെ തീരത്തൂടെ തന്നെയാണ് ഈ ആലപ്പുഴയിൽ ഇനി ഒരു തീരദേശ ഹൈവേ എവിടെ വരുമെന്ന് അറിഞ്ഞു. ആലപ്പുഴയിൽ ബഹുഭൂരിപക്ഷം വരുന്ന സ്ഥലത്ത് ഇനി ഒരു തീരദേശ ഹൈവേ എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് പോയി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളി സമൂഹം ഇല്ലാതാകും. ഒത്തിരി അതിന് ദുരന്തം ഉണ്ടാകുന്നുണ്ട്, പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്, സാമൂഹ്യ ആഘാതം വളരെ വലുതാണ്. ഈ വലിയ ഹെവി വെഹിക്കിൾസ് എല്ലാം കൂടെ പോകുമ്പോൾ അല്ല തന്നെ താരതമ്യേന അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭവനങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കേടുപാട്. പക്ഷെ ഞാൻ ഈ വികസനത്തെ എതിർക്കല്ല. ആർക്ക് വേണ്ടിയാണ് വികസനം? മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണെങ്കിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഭൂമി എടുത്തോളൂ. ആ ഭൂമിക്ക് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന വില കൊടുക്കണം, ആ നിയമപ്രകാരം വില കൊടുക്കണം. അതല്ല, ഇതിന്റെ ഗവൺമെന്റ് ഓർഡറിൽ അതല്ല ഇപ്പം ഒന്ന് വരുന്നത്. ഭൂമി കൊടുക്കണം. 2, അങ്ങനെ കുടിയൊഴിപ്പിക്കൽ അനിവാര്യമാണെങ്കിൽ അവരെ അവിടെ തന്നെ അവന്റെ ആവാസ വ്യവസ്ഥ അവന്റെ ഇതിനനുസരിച്ചുള്ള ഇതിൽ തന്നെ പുനരധിവസിപ്പിക്കണം. ആലപ്പുഴ തീരത്തു നിന്നുള്ളവര് ചെങ്ങന്നൂര് പോയി വിറ്റിട്ട് ചെങ്ങന്നൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പോയി താമസിച്ച് അവന്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല.
എന്നിട്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അവിടുത്തെ വികസനം, റോഡിന്റെ വികസനം അനിവാര്യമാണ് എന്ന് ഉള്ള ഘട്ടത്തിൽ നിങ്ങൾ നാഷണൽ ഹൈവേ ആയിട്ടുള്ള കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്താൽ പോരെ. നാഷണൽ ഹൈവേയിലോട്ടുള്ള റോഡിന്റെ വീതി കൂട്ടുക. ഇതിന്റെ ഇടയ്ക്ക് ഇവർ പറയാത്തൊരു കാര്യമുണ്ട്, ദേശീയ ജലപാത. എത്രയോ വർഷമായിട്ട്, 25 വർഷമായിട്ട് പ്രവർത്തനം തുടങ്ങിയല്ലോ. നമുക്ക് വേറെ ഒന്നും വേണ്ട, ബാർജ് വഴി ഗുഡ്സ് ട്രാൻസ്പോർട്ട് തുടങ്ങാമല്ലോ. എന്തേ ഗവൺമെന്റ് അത് ചെയ്തില്ല? ഇതിന്റെ ടെർമിനൽസ് മാത്രം പണിത് ഈ നാഷണൽ ഹൈവേ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഈ ഗുഡ്സിന്റെ ചരക്ക് ഗതാഗതം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഹൈവേയിലുള്ള സമ്മർദ്ദം എത്രത്തോളം കുറയും. അന്നേരം അവിടെ കൊണ്ട് ഇനി ഒരു ദീർഘദേശ ഹൈവേ തുടങ്ങി മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ഇല്ലാതാക്കുന്നതിന് പകരം അവർ ചെയ്യേണ്ടത് മത്സ്യത്തൊഴിലാളികളുടെ വിഭവങ്ങൾ എത്രയും പെട്ടെന്ന് കമ്പോളത്തിലേക്ക് എത്തുന്ന ആവശ്യമാണെങ്കിൽ ആ റോഡിന്റെ അത്യാവശ്യ നിർമ്മാണ പ്രവർത്തനം ചെയ്തിട്ട് ഹൈവേയുമായിട്ട് കണക്ട് ചെയ്യുക, ദേശീയ ജലപാത വികസനം നടത്തുക, അത് ഹൈവേയുമായിട്ട് കണക്ട് ചെയ്യുക. ഇത്രയും ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിന്റെ. അതിന് പകരം ബുദ്ധിശൂന്യമായ നിലയിലേക്ക് സൈക്കിൾ ട്രാക്ക് നല്ലതാണ്, പക്ഷെ മത്സ്യത്തൊഴിലാളിയുടെ നെഞ്ചത്തോടെ തന്നെ സൈക്കിൾ ഓടണമെന്ന് പറയുന്നതിനോട് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരോഗ്യത്തിന് വേണ്ടി ട്രാക്കിനെ ഞാൻ എതിർക്കുന്നില്ല. നിങ്ങൾ സീ വാളിനോട് ചേർന്ന് ട്രാക്ക് ഇട്ടോ, മത്സ്യത്തൊഴിലാളിയെ കുടിയൊഴിപ്പിച്ച് അവിടെ ട്രാക്ക് ഉണ്ടായല്ലോ. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും. അന്നേരം എനിക്കിത് എത്ര ആലോചിച്ചിട്ടും അതിന്റെ ബുദ്ധിശൂന്യത, ഒരു ഇതുമില്ലാത്ത നിലയിലേക്കാണ് ആ പ്രഖ്യാപനമായിട്ട് പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ പഞ്ചായത്തായ നീണ്ടാര പഞ്ചായത്തിൽ 50 മീറ്റർ ഇല്ല കടലും. അങ്ങനെ കേരളത്തിൽ പലയിടത്തും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ദേശീയപാത തന്നെയാണ് അവിടെ തീരദേശ പാതയും. അതാണ് കേരളത്തിന്റെ യാഥാർത്ഥ്യം. അന്നേരം അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. UDF അധികാരത്തിൽ വന്നാൽ ഈ ഒരു പദ്ധതി ഉപേക്ഷിക്കും എന്ന് ഉറപ്പാണ്. ഇവര് വിഭാവന ചെയ്ത നിലയിൽ ആ പദ്ധതി നടപ്പിലാക്കത്തില്ല, ഒരു കാരണവശാലും നടപ്പിലാക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, 2-3 ഘടകങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അനിവാര്യമായ ഘട്ടത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വികസനത്തിന് വേണ്ടി അവിടെ റോഡിന്റെ വികസനമുണ്ടെങ്കിൽ, അതിന് അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിൽ കുടിയൊഴിപ്പിക്കലുണ്ടെങ്കിൽ അവർക്ക് സെൻട്രൽ ആക്ട് പ്രകാരമുള്ള പണം കൊടുക്കും. 2, കുടിയൊഴിപ്പിക്കുന്നവരെ അവിടെ തന്നെ താമസിപ്പിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അവിടെ തന്നെ പുനരധിവാസം കൊടുക്കും. അങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇതിന്റെ ജിയോയ്ക്കകത്ത് ഒരു ഫ്ലാറ്റും അല്ലെങ്കിൽ 13 ലക്ഷം രൂപയാണ് ആകെ പറഞ്ഞിരിക്കുന്നത്. അത് മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. ദേശീയപാതയ്ക്ക് ഒത്തിരി പണം കിട്ടിയത് കൊണ്ട് ഇതിനും അതുപോലെ കിട്ടുമെന്നാണ് പാവത്തുങ്ങൾ ധരിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അതല്ല. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ജിയോ പ്രകാരം അതല്ല. അതുകൊണ്ട് അത് അനുവദിക്കാൻ ഒക്കില്ല. മത്സ്യമേഖല, നമ്മുടെ ശ്രോതാക്കളിലെ ബഹുഭൂരിപക്ഷവും തീരദേശത്തുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ നിരവധിയായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ UDF അനുഭാവപൂർവ്വം പരിഗണിക്കാൻ ഉള്ള സാധ്യത എത്രത്തോളമാണ്? അല്ല, തീർച്ചയായിട്ടും അത് ഏറ്റവും ദയ അർഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സപ്പോർട്ട് അർഹിക്കുന്ന ഒരു വിഭാഗമാണ്. വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഇന്ന് തീരദേശത്തിൽ ഒരു അനാഥത്വം ഉണ്ടാകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വളർന്നു വന്ന രാഷ്ട്രീയ നേതാക്കന്മാര് വളരെ കുറവാണ്. കേരളത്തിൽ ഒരു ശ്രദ്ധിക്കുന്ന ശബ്ദമായി ഇന്ന് ആരുമില്ല. അവരുടെ വിഷയങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഉന്നയിക്കപ്പെടുന്നില്ല. നിരവധിയായ വിഷയങ്ങൾ ഉണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധനം ഉപജീവന മാർഗമായി വെച്ച് പുലർത്തുന്ന ഒരു സമൂഹത്തിനെ സംബന്ധിച്ചത് കടല് കരിഞ്ഞിരിക്കുകയാണ്. കടലിൽ ഒരു റെഗുലേഷൻ ഉണ്ടാകുന്നില്ല, ഫിഷിങ്ങിന് ഒരു റെഗുലേഷൻ ഉണ്ടാകുന്നില്ല. ആ ഫിഷിങ്ങിന് റെഗുലേഷൻ ഇല്ലാതെ പാവത്തങ്ങൾ കൂടുതൽ ആഴത്തിൽ പോയാലും ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അതിന് ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ വലിയ ബോട്ടുകൾ പോയി ചെറിയ സാധനം എല്ലാം പിടിച്ചു മാറ്റുകയാണ്. നമുക്ക് സഹിക്കില്ല ഇത് കൊണ്ടുവന്ന് തീരപ്രദേശത്ത്. ഇതെല്ലാം ഫിഷ് മീൽ പ്ലാന്റുകൾ എന്ന് പറഞ്ഞ് കർണാടകത്തിന്റെ മംഗലാപുരത്തേക്ക് വലിയ കണ്ടെയ്നറുകളിൽ പോവുകയാണ്. ഓരോ ദിവസവും ഹാർബറിൽ നിന്ന് പോവുകയാണ്. ഇതാണ് വലുതായി നമുക്ക് മത്സ്യത്തൊഴിലാളി കിട്ടേണ്ടത്. ഇത് എത്രയോ തവണ ബന്ധപ്പെട്ടവരുടെയൊക്കെ ശ്രദ്ധയപ്പെടുത്തിയിട്ടും യഥേഷ്ടം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തുടങ്ങി. അന്നേരം അവന് ലാഭകരമല്ല, മത്സ്യസമ്പത്ത് കുറയുന്നു, അതുള്ളത് കൂടുതൽ ദൂരം പോകേണ്ടി വരുമ്പോൾ അവന്റെ ഇന്ധനത്തിന്റെ വില വർധനവ് അവന്റെ ബാധ്യത കൂട്ടുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കടൽക്ഷോഭം, ഒരു സമൂഹം തന്നെ എക്സിസ്റ്റൻസിന്റെ ക്രൈസിസ്
നിലനിൽപ്പിന്റെ ഒരു പ്രതിസന്ധി കൂടെ പോവുകയാണ്. തീർച്ചയായിട്ടും അത് ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായി, ആഗോള താപനിലയുടെ വർധനവിന്റെ ഭാഗമായി അത് പ്രഡിക്റ്റഡ് ആണ്. ട്രോപ്പിക്കൽ കൺട്രീസിന്റെ തീരപ്രദേശത്ത് ഇതുണ്ടാകും, കടൽക്ഷോഭം ഉണ്ടാകും. അത് ഓരോ സ്ഥലത്തും ഇന്ന കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്ത കാരണങ്ങൾ മത്സ്യത്തൊഴിലാളി പറയും, പക്ഷെ അതല്ല കാരണം. ഇത് ആഗോള അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. അന്നേരം പക്ഷേ അതിനൊരു പ്രോജക്റ്റ് പോലും വെക്കുന്നില്ലല്ലോ. നിങ്ങൾ തീരദേശ ഹൈവേയെ കുറിച്ച് പറയുന്നു. തീരദേശത്ത് താമസിക്കുന്ന സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രോജക്റ്റ്. കേരളത്തിൽ കടൽഭിത്തി ശാസ്ത്രീയമായി നിർമ്മിച്ച് ഇവിടെ ആലപ്പുഴ ജില്ലയിൽ പരീക്ഷണാർത്ഥം തുടങ്ങിയതുണ്ട്. മറ്റേ ഇത് വെക്കുന്നത്, മരം വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ അങ്ങനെ വളരെ ഫലപ്രദമായ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതിനൊരു പ്രോജക്റ്റ് വെച്ച് അതിന് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ച് അതിന് പണം കിട്ടി കഴിഞ്ഞാൽ ഈ സമൂഹം പ്രൊട്ടക്റ്റഡ് ആകും, അല്ലെങ്കിൽ അവർ എക്സ്റ്റിങ്ക്റ്റ് ആകത്തില്ല. അതിന് ശ്രദ്ധിക്കുന്നതിന് പകരം ഇത്തരം അബദ്ധസഞ്ചാരം നടക്കുന്നത്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒരു നിലനിൽപ്പിന്റെ ഭീഷണിയെ നേരിടുകയാണ് കേരളത്തിൽ നിന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സംരക്ഷണത്തിന് ഉതകുന്ന പദ്ധതി UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാവും. താങ്കളുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ കരിമണൽ ഖനനം ഒരു വലിയ പ്രശ്നമല്ലേ? കരിമണൽ ഖനനം ചവറ നിയോജക മണ്ഡലത്തിലാണ് ഒരു 100 വർഷത്തിലേറെയായി നടക്കുന്നത്. അവിടെ ഈ പറയുന്നത് പോലെ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല. അന്നും ഇന്നും നടക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിനോട് ചേർന്നുള്ള ആലപ്പാട്ട് പഞ്ചായത്തിലൊക്കെ ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു കാര്യമായ ഒരു ഇടപെടിയിൽ ആ കാര്യത്തിൽ, തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള ഇടപെടിയിൽ ആ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. കരിമണൽ ഖനനത്തെ ഞങ്ങളുടെ പ്രദേശത്തെ ആൾക്കാരെ എതിർക്കുന്നില്ല. അത് അവിടെ റീഹാബിലിറ്റേഷൻ നടന്നിട്ടുണ്ട്. ആ നിലയിലേക്ക് ഒരു മോഡൽ ഇതായിട്ട് അവിടെ കാണിക്കാനുണ്ട്. പക്ഷെ ഗവൺമെന്റ് നിഷ്കർഷിച്ച് ആ നിലയിൽ ബാക്കിയുള്ളിടത്തേക്ക് മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തീരദേശവാസികൾ സുരക്ഷിതരാണ് എന്ന് വരുത്തി തീർക്കാൻ ഗവൺമെന്റിന്റെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെതിരെയുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒന്ന് രണ്ട് ചെറിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ കൂടി. നിങ്ങളുടേത് ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. ഒരു ദേശീയ ലെവലിൽ നിങ്ങൾ ഒരു ഇടതുപക്ഷ കൺസോളിഡേഷൻ, ഒരു ഐക്യത്തിനുള്ള ഒരു ശ്രമം നിങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റ് നേതൃത്വം പറയാറുണ്ടെങ്കിൽ പോലും കേരളത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാത്തത്? അല്ല, ഇതിപ്പം അത് വലിയ ടോപ്പിക്കാണ്. ചുരുക്കിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ടതില്ല. ഇതിപ്പോ കേരളത്തിൽ ആരാണ് ഇടതുപക്ഷ ഐക്യം എന്ന് പറയുമ്പോൾ ആരുമായിട്ടാണ് ഇടതുപക്ഷം? നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ ഇടതുപക്ഷം എന്ന് പറയാൻ ആർക്കും സാധിക്കത്തില്ല. തീവ്ര വലതുപക്ഷം കൈക്കൊള്ളുന്ന എല്ലാ നിലപാടുകളും സ്വീകരിച്ചിട്ട് ഇടതുപക്ഷം എന്ന പേര് മാത്രമല്ലേ ഉള്ളൂ. ഇടതുപക്ഷത്തിലെ ഇടതത്വത്തോളം ഉണ്ടെന്നൊക്കെ ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്പൊ ഇടതില്ല, അതേ ഉള്ളൂ. അത് വലുതാണ്, പേര് ഇടതെന്നേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് പ്രസക്തിയില്ല. എന്നാലും RSP മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ ഇടതുപക്ഷ കക്ഷികൾ, ചെറുതായിട്ടാണെങ്കിലുള്ള ഇടതുപക്ഷ കക്ഷികളുടെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. RSP ഉണ്ടാകും, CMP ഉണ്ടാകും, RMP ഉണ്ടാകും, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടാകും, ഇങ്ങനെ പല ലെഫ്റ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ടാകും. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ലെഫ്റ്റ് പ്ലാറ്റ്ഫോം ഞങ്ങൾ മുൻകൈ എടുത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ കാര്യം. ഇനിയും താങ്കളോട് വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. താങ്കൾക്ക് രാഷ്ട്രീയം കൂടാതെ സിനിമ എന്ന് പറയുന്ന മേഖലയുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. അത് എങ്ങനെയാണ് അങ്ങനെ ഒരു താല്പര്യം വന്നത്? അല്ല, എനിക്ക് എല്ലാ ഭാഗങ്ങളിൽ പോയി ഒത്തിരി സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സിനിമയിൽ നിന്നുള്ള സുഹൃത്തുക്കളും കുറെ അധികം ഉണ്ടായിരുന്നു. അതിനുശേഷം പൊതുരംഗത്തേക്ക് വന്നതിന് ശേഷം അവരൊക്കെ സുഹൃത്തുക്കളായി തുടർന്നു. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഞാനും ശ്രീ മോഹൻലാലുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ എന്നുള്ള ഒരു ആശയം വെറുതെ 2021 പരാജയം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അങ്ങനെ ഒരു ആശയം ഉള്ളെടുത്തു. അങ്ങനെ ഞാൻ മുൻകൈ എടുത്ത് ഒരു സിനിമ നിർമ്മിക്കുകയുണ്ടായി. അതാണ്. അതിനുശേഷം ഞാൻ ആ രംഗത്തേക്ക് കടക്കുന്നില്ല. തുടർന്നും ഞങ്ങൾ 3 കൂട്ടർ പാർട്ട്നേഴ്സായിട്ടാണ് ചെയ്തത്. എന്റെ മകൻ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അവർ വീണ്ടും സിനിമ നിർമ്മാണ രംഗത്ത് തുടരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് RSPക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലൊരു മാസ് ബേസ് വർദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, RSPക്ക് ഒരു കാലഘട്ടത്തിൽ RSPക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഏറ്റവും വലിയ തൊഴിലാളി പാർട്ടി ഏതായിരുന്നു, ട്രേഡ് യൂണിയനുകൾ ഉണ്ടായിരുന്നത് നോക്കിക്കഴിഞ്ഞാൽ RSP തന്നെയായിരുന്നു.
താങ്കളുടെ അത് പിതാവ് എന്നെ പോലത്തെ സമുന്നതനായ ഒരു നേതാവ് പിന്നീട് ഉയർന്നു എന്റെ വന്നതായിട്ട് പിതാവ് മാത്രമല്ല ശ്രീകണ്ഠൻ നായർ, ടി കെ ദ്വാരൻ, അന്നൊക്കെ ഓരോരുത്തരും ഓരോ ഇതിഹാസങ്ങളായിരുന്നല്ലോ. കെ ബാലകൃഷ്ണൻ അങ്ങനെ തുടങ്ങി, സി കേശവന്റെ മകനായ കെ ബാലകൃഷ്ണൻ അടക്കം ഒരു വലിയ നേതൃത്വം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ഇടതുപക്ഷ ഐക്യം ഉണ്ടായതിനു ശേഷം, ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നിന്നതിന് ശേഷം RSPക്ക് വലിയ ബലക്ഷയമുണ്ടായി. പക്ഷെ ഇന്ന് ഈ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഇത് വിട്ടെങ്ങും പോയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ ചെയ്തത്. സമീപകാലത്ത് എന്താണെങ്കിലും വീണ്ടും RSPയുടെ ഒരു പ്രസക്തി തിരിച്ചറിയുന്നുണ്ട്, സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചലനങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തോ തന്നെ അവജ്ഞയോടുകൂടി കാണുന്ന ഒരു പുതുതലമുറ വളർന്നു വരുമ്പോൾ ഇങ്ങനൊരു പാർട്ടി ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുള്ള പാർട്ടി ഉണ്ട് എന്നെങ്കിലും ഞങ്ങൾക്ക് ഒരു സന്ദേശം എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അതിൻ്റെ ആയിട്ടുള്ള ഒരു വളർച്ച ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും ഒരിക്കൽ കൂടി കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നമസ്കാരം. ഓക്കെ, താങ്ക് യു.